പൗരത്വ നിർണയത്തിൽ സുപ്രീം കോടതിയുടെ ശക്തമായ ഇടപെടൽ. പൗരത്വ നിർണയം നീതിപൂർവമായിരിക്കണമെന്ന് സുപ്രീം കോടതി. 27 പേരെ വിദേശികളായി പ്രഖ്യാപിച്ച അസം ഫോറിനേഴ്സ് ട്രൈബ്യൂണലിന്റെ ഉത്തരവുകൾ ശരിവെച്ച ഗുവാഹത്തി ഹൈക്കോടതി വിധി റദ്ദാക്കിക്കൊണ്ടാണ് സുപ്രീം കോടതിയുടെ സുപ്രധാന ഇടപെടൽ. ഭരണഘടന ഉറപ്പു നൽകുന്ന ഏറ്റവും അടിസ്ഥാനപരമായ അവകാശങ്ങളിലൊന്നാണ് പൗരത്വം. ഒരു വ്യക്തിക്ക് രാജ്യത്ത് അന്തസ്സോടെ ജീവിക്കാനും മൗലികാവകാശങ്ങൾ ആസ്വദിക്കാനുമുള്ള നിയമപരമായ അടിത്തറയാണിത്. എന്നാൽ സമീപകാലത്തായി ഇന്ത്യയിൽ, പ്രത്യേകിച്ച് അസമിൽ പൗരത്വ നിർണയവുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന സംഭവ വികാസങ്ങൾ വലിയ ആശങ്കകൾക്ക് വഴിവെക്കുന്നുണ്ട്. അസം ഫോറിനേഴ്സ് ട്രൈബ്യൂണൽ വിദേശികളായി പ്രഖ്യാപിച്ച 27 പേർക്കെതിരെയുള്ള ഉത്തരവ് റദ്ദാക്കിക്കൊണ്ടുള്ള സുപ്രീം കോടതിയുടെ വിധി രാജ്യത്തെ പൗരത്വ നിർണയ പ്രക്രിയയിലെ ഗുരുതരമായ വീഴ്ചകളിലേക്കും ഭരണകൂട കോടതി സമീപനങ്ങളിലെ വിവേചനങ്ങളിലേക്കും വിരൽ ചൂണ്ടുന്നതാണ്. അസമിലെ ഫോറിനേഴ്സ് ട്രൈബ്യൂണലുകളുടെ പ്രവർത്തന രീതി പലപ്പോഴും സ്വാഭാവിക നീതിയുടെ ലംഘനമാണെന്ന ആക്ഷേപം ശക്തമാണ്. വോട്ടേഴ്സ് ലിസ്റ്റിലെ അക്ഷരത്തെറ്റുകൾ, രേഖകളിലെ ചെറിയ പൊരുത്തക്കേടുകൾ തുടങ്ങിയ നിസ്സാര കാരണങ്ങൾ മുൻനിർത്തിയാണ് വർഷങ്ങളായി ഇന്ത്യയിൽ ജീവിക്കുന്ന മനുഷ്യരെ ട്രൈബ്യൂണലുകൾ ഒറ്റയടിക്ക് വിദേശികളെന്ന് മുദ്രകുത്തുന്നത്. ദരിദ്രരും നിരക്ഷരരുമായ സാധാരണക്കാർക്ക് തങ്ങളുടെ പൗരത്വം തെളിയിക്കാനുള്ള മതിയായ അവസരങ്ങളോ നിയമസഹായമോ പലപ്പോഴും ലഭിക്കാറില്ല. കൂടുതൽ നിർഭാഗ്യകരം, ഇത്തരം ഏകപക്ഷീയമായ ഉത്തരവുകളെ അന്ധമായി ശരിവെക്കുന്ന സമീപനമാണ് പലപ്പോഴും ഗുവാഹത്തി ഹൈക്കോടതിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായത് എന്നതാണ്. ട്രൈബ്യൂണലുകളുടെ കണ്ടെത്തലുകളിലെ സാങ്കേതിക പിഴവുകളെയോ മനുഷ്യാവകാശ ലംഘനങ്ങളെയോ സൂക്ഷ്മമായി പരിശോധിക്കുന്നതിൽ ഹൈക്കോടതി പരാജയപ്പെട്ടു. ഇത് ജനങ്ങൾക്ക് നീതിന്യായ വ്യവസ്ഥയിലുള്ള വിശ്വാസം നഷ്ടപ്പെടുത്താൻ മാത്രമേ ഉപകരിക്കൂ. പൗരത്വം പോലെയുള്ള അതീവ പ്രാധാന്യമുള്ള വിഷയങ്ങളിൽ കോടതികൾ കാട്ടുന്ന ഇത്തരം അനാസ്ഥകൾ ജനാധിപത്യ മൂല്യങ്ങൾക്ക് നിരക്കാത്തതാണ്. മറുവശത്ത് കേന്ദ്ര സർക്കാരിന്റെ പൗരത്വ നയങ്ങൾ പലപ്പോഴും രാഷ്ട്രീയ ലക്ഷ്യങ്ങളാൽ പ്രേരിതമാണെന്ന വിമർശനം ശക്തമാണ്. ദേശീയ പൗരത്വ രജിസ്റ്ററും പൗരത്വ ഭേദഗതി നിയമവും ഉൾപ്പെടെയുള്ള ഭരണകൂട നടപടികൾ സമൂഹത്തിൽ വലിയ തോതിലുള്ള ഭീതിയും ധ്രുവീകരണവുമാണ് സൃഷ്ടിച്ചത്. അനധികൃത കുടിയേറ്റം തടയുക എന്ന ലക്ഷ്യം സർക്കാരിനുണ്ടാകാമെങ്കിലും അതിനായി സ്വീകരിക്കുന്ന മാർഗങ്ങൾ സുതാര്യമോ നീതിപൂർവകമോ അല്ല. പൗരത്വ നിർണയത്തെ ഒരു രാഷ്ട്രീയായുധമാക്കി മാറ്റുമ്പോൾ പതിറ്റാണ്ടുകളായി ഈ മണ്ണിൽ വിയർപ്പൊഴുക്കിയ സാധാരണ മനുഷ്യരാണ് അഭയാർത്ഥി ക്യാമ്പുകളിലേക്ക് തള്ളപ്പെടുന്നത്. ഒരു ജനാധിപത്യ സർക്കാരിന്റെ പ്രാഥമിക ചുമതല സ്വന്തം ജനതയ്ക്ക് സുരക്ഷ ഉറപ്പാക്കലാണെന്നിരിക്കെ അവരെ ഭയത്തിന്റെ നിഴലിൽ നിർത്തുന്ന സമീപനമാണ് കേന്ദ്രത്തിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത്. ഈ ഒരു പശ്ചാത്തലത്തിലാണ് സുപ്രീം കോടതിയുടെ ഇടപെടൽ നിർണായക പ്രാധാന്യം അർഹിക്കുന്നത്. 27 പേരെ വിദേശികളാക്കിയ ഉത്തരവ് റദ്ദാക്കിക്കൊണ്ട് പൗരത്വ നിർണയം നീതിപൂർവമായിരിക്കണമെന്ന് സുപ്രീം കോടതി വ്യക്തമാക്കിയത് ഭരണകൂടത്തിനും കീഴ്ക്കോടതികൾക്കുമുള്ള ശക്തമായ താക്കീതാണ്. രാജ്യത്തിന്റെ സുരക്ഷ മുൻനിർത്തി അനധികൃത കുടിയേറ്റം തടയാൻ സർക്കാരിന് അധികാരമുണ്ടെന്ന് സമ്മതിക്കുമ്പോൾ തന്നെ അതിനായി നിയമപരമായ നടപടിക്രമങ്ങളിലെ നീതി ബലികഴിക്കാനാവില്ലെന്ന് പരമോന്നത കോടതി ഓർമ്മിപ്പിക്കുന്നു. ഭരണഘടനയുടെ 21-ാം അനുച്ഛേദം ഉറപ്പു നൽകുന്ന ജീവിക്കാനുള്ള അവകാശത്തിന്റെ പരിധിയിൽ വരുന്നതാണ് പൗരത്വവും. അതിനാൽ കൃത്യമായ തെളിവുകളോ നീതിയുക്തമായ വിചാരണയോ ഇല്ലാതെ ഒരാളുടെ പൗരത്വം ഇല്ലാതാക്കാൻ ഭരണകൂടത്തിനോ ട്രൈബ്യൂണലുകൾക്കോ അവകാശമില്ല. അക്ഷരത്തെറ്റുകളുടെയും സാങ്കേതികതകളുടെയും പേരിൽ മനുഷ്യരെ സ്വന്തം നാട്ടിൽ അന്യരാക്കുന്ന ക്രൂരമായ വിനോദത്തിന് അറുതി വരുത്തേണ്ടതുണ്ട്. പൗരത്വ നിർണയ പ്രക്രിയകൾ പൂർണ്ണമായും സുതാര്യവും മാനുഷിക പരിഗണനയുള്ളതുമായിരിക്കണം. രാഷ്ട്രീയ താല്പര്യങ്ങൾക്ക് വഴങ്ങി ഭരണകൂടവും കീഴ്ക്കോടതികളും കണ്ണടയ്ക്കുമ്പോൾ സുപ്രീം കോടതിയെ പോലെയുള്ള ഭരണഘടനാ സ്ഥാപനങ്ങൾ കാവലാളായി നിലകൊള്ളുന്നു എന്നത് മാത്രമാണ് ഈ ജനാധിപത്യ രാജ്യത്തെ സാധാരണക്കാരുടെ ഏക പ്രത്യാശ.